അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സാങ്കേതികപരമായിട്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഫോർമലി അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അതിന്റെ ചില നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. കാരണം എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസാണ്. അതിൽ തൊടുപുഴ പോലീസിന്റെ ഒരു സഹായം മാത്രമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ കൂടിയും സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യം മാറ്റി നിർത്തിയാൽ അറസ്റ്റ് എന്ന് തന്നെ പറയാവുന്നതാണ്. അത് കൊച്ചിയിൽ എത്തിയതിനു ശേഷം മാത്രമായിരിക്കാം അറസ്റ്റ് ഉണ്ടാവുക. അറസ്റ്റ് ഫോർമലി അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മെഡിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തതിന് ശേഷം മാത്രം നാളെ ഡയറക്ട് കോടതിയിൽ ഹാജരാക്കാൻ, മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമായിരിക്കാം ഒരുപക്ഷെ പോലീസ് നടത്തുക. ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി ഒരു റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഒരുപക്ഷെ പോലീസ് തയ്യാറായിട്ടില്ല. കാരണം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനും കൂടുതൽ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താനും ഒരുപക്ഷെ കൂടുതൽ സമയം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം പോലീസ് അത്തരം ഒരു നീക്കത്തിലേക്ക് കൂടി പോകുന്നത്. അതായത് നാളെ മാത്രം കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ രഞ്ജിത്തിനെ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കും, കൊച്ചിയിലേക്ക് ഉടൻ തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിന്റെ പശ്ചാത്തലം ഒരിക്കൽ കൂടി ഒരു തരത്തിലും ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത വിധത്തിൽ നമ്മൾ പറയുകയാണ്. ജനുവരിയിൽ ആണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യം നടക്കുന്നത്. രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ക്യാരവനിലേക്ക് എത്തിയ യുവ നടിയെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. ആദ്യഘട്ടത്തിൽ ഈ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരാതികൾ അറിയിക്കാനുള്ള ICCയിൽ ഈ യുവ നടി പരാതി അറിയിച്ചു. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ അതിന് ഒരു ശാശ്വതമായിട്ടുള്ളൊരു നടപടി അവിടെ നിന്നുണ്ടായില്ല. അനുഭാവപൂർവമായ ഒരു നടപടി ഉണ്ടായില്ല. പിന്നീടാണ് ഈ യുവനടി DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. DGPക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സെൻട്രൽ പോലീസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഈ യുവതിയുടെ പരാതി പരിഗണിക്കുന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസും അതുപോലെ തന്നെ ഉദയംപേരൂരിൽ വനിതാ SI അടക്കമുള്ള ആളുകൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ എത്തുകയും രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ആ രഹസ്യമൊഴിയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ യുവനടിയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെടുകയുമായിരുന്നു. അങ്ങനെ 28-ാം തീയതി ലഭിച്ച ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ലഭിച്ച ഈ 28-ാം തീയതി ലഭിച്ച യുവനടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 30-ാം തീയതി, അതായത് ഇന്നലെ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്നിപ്പോൾ എന്തായാലും സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പീഡനക്കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായി എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. യുവനടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. രഞ്ജിത്ത് നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. വിപിൻ C. വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിപിൻ, അപ്പോൾ എറണാകുളത്തു നിന്നുള്ള പ്രത്യേക പോലീസ് സംഘം തൊടുപുഴയിൽ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരിക്കും രഞ്ജിത്തിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരിക? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? രത്ന, അല്പസമയത്തിനകം തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രഞ്ജിത്തിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും. സിനിമാ മേഖലയെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. പ്രശസ്ത സംവിധായകനും നടനുമായ രഞ്ജിത്ത് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതും ഒരു യുവനടിയുടെ ലൈംഗിക അതിക്രമം എന്ന പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെത്തിയിരിക്കുന്നു. ആദ്യം മുതൽ ഈ പരാതി ലഭിച്ച നിമിഷം മുതൽ വളരെ രഹസ്യ സ്വഭാവത്തോടെ തന്നെ പോലീസ് ഇത് കൈകാര്യം ചെയ്യുകയും അത് പുറത്തേക്ക് ആ വിവരം കൈമാറാതെ അത് ഓരോ ഘട്ടത്തിലായി, അതായത് ഇതിന്റെ അന്വേഷണം ഏൽപ്പിച്ചത് മുതൽ വളരെ കൃത്യമായി രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. പിന്നീട് അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നു. അറസ്റ്റ് എവിടെയാണ് ആളെന്ന് നോക്കുന്നു. അതിനുശേഷം അവരുടെ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.